ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ അവർ അസൈൻമെൻറ്റ് ഗൂഗിളിൽ നിന്നോ മറ്റുള്ള സൈറ്റുകളിൽ നിന്നോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണോ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്നത്, അതറിയാനുള്ളൊരു മെത്തേഡാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. നമ്മളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മളെ വർക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കാണിക്കും ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് കുട്ടികൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ലൈൻസാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ പോലെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഏത് ക്ലാസ്സിനാണോ അസൈൻമെൻറ്റ് കൊടുക്കുന്നത് അവിടെ ക്ലാസ് വർക്കിൽ പോയിട്ട് ഒരു പുതിയ അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനൊരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അസൈൻമെൻറ്റ് കൊടുത്തു. അതിനുശേഷം ക്ലാസ് എല്ലാം ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ചെക്ക് പ്ലാഗരിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 3 അസൈൻമെൻറ്റ് പെർ ക്ലാസ്, ഒരു ക്ലാസ്സിന് 3 അസൈൻമെൻറ്റിൽ മാത്രമേ ഈ ഒരു പ്ലാഗരിസം ചെക്ക് ചെയ്യാനായിട്ടുള്ള നമുക്ക് ഒരു പെർമിഷൻ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 ക്ലാസ് ഏതാണോ ഇമ്പോർട്ടൻ്റ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ പോർഷനിലേക്ക് പോവാം. ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി ആണ്. സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡിയിൽ കയറി ആ കുട്ടിയുടെ ക്ലാസ് വർക്ക് എടുത്ത് നോക്കുമ്പോൾ കുട്ടിയുടെ അസൈൻമെൻറ്റ്സ് എല്ലാം അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൽ അസൈൻമെൻറ്റ് വന്ന് കിടക്കുന്നുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിൽ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മളത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകണം. നമുക്ക് ഇവിടെ തന്നെ ഓപ്ഷൻ കുട്ടിക്ക് കാണിക്കും. ഒറിജിനാലിറ്റി റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്, ഓൺ ആക്കി ഇട്ടിട്ടുണ്ട് ടീച്ചർ എന്നുള്ളത് മനസ്സിലാവും. ഇനി കുട്ടി അറ്റാച്ച് ചെയ്യാണ്. നമ്മൾ പ്രത്യേകമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഡോക്യുമെൻ്റായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാവുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കുട്ടി ഡ്രൈവ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു അറ്റാച്ച്മെൻ്റാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് എന്നോട് കാണാൻ സാധിക്കും, ഒറിജിനാലിറ്റി റിപ്പോർട്ട്സ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ടാബ് ഓപ്പൺ ആവും. അപ്പോൾ ആ കുട്ടി ഏതൊക്കെ സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു ആ ഡീറ്റെയിൽസ് എല്ലാ കുട്ടിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ചേഞ്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടി ഇവിടെ ഹാൻഡ് ഇൻ ചെയ്യാണ്, ടീച്ചർക്ക് ഹാൻഡ് ഇൻ ചെയ്യാണ്. ഹാൻഡ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീച്ചർ ഐ ഡിയിലൊന്ന് കയറി നോക്കാം. ഓക്കെ, ടീച്ചർ ഐ ഡിയിൽ കുട്ടി ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുട്ടിയുടെ ആ ഒരു ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫയൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ കുട്ടി ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റിൽ 2 ഫ്ലാഗ്ഡ് പാസേജസ് ആണുള്ളത്. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് കുട്ടി ചെയ്തിട്ടുള്ളത് ആ സൈറ്റ് നെയിംസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാസേജിൽ നിന്ന് എത്ര ലൈൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് ഈ പ്ലാഗരിസം എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഈ പ്ലാഗരിസം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്ലാഗരിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്തിടണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.